സഹോദരങ്ങൾക്ക് സൂചിപ്പിച്ചു. കഴിഞ്ഞ ദിവസം CPIM-ന്റെ അധ്യാപക സംഘടനയുടെ സംസ്ഥാന സമിതി അംഗമായി പ്രവർത്തിക്കുന്ന ഒരു സുഹൃത്തിനെ കണ്ടുമുട്ടി. അദ്ദേഹം പറഞ്ഞു, മാഷെ മെയ് മാസത്തിൽ ഞങ്ങൾ കുടുംബസമേതം കാശ്മീരിലേക്ക് പോവാണ്. ആ കാശ്മീരിലോ? എന്ത് മാഷെ? ആ കാശ്മീരിലെ. മുമ്പൊരിക്കൽ ഞാനും ആ മാഷും തമ്മിൽ ഒരു തർക്കം നടന്നിരുന്നു. തർക്കം കാശ്മീരിനെ കുറിച്ച് തന്നെയായിരുന്നു. കാശ്മീരിൽ ഒരു ഗവർണർ ഉണ്ടായിരുന്നു, സ്നേഹമുള്ളവരെ, ഒരുപക്ഷെ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. ജഗ്മോഹൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ജഗ്മോഹൻ കാശ്മീരിന്റെ ഗവർണറായിരിക്കുമ്പോൾ കർക്കശമായ നിയമ സംവിധാനത്തിലൂടെ കാശ്മീരിന്റെ വെടിയൊച്ച നിലയ്ക്കാൻ, ബോംബിന്റെ ശബ്ദം ഇല്ലാതെയാക്കാൻ, കാശ്മീരിലെ ഭീകരവാദികളുടെ വിളയാട്ടത്തെ തടുത്തു നിർത്താൻ വേണ്ടി കർശനമായ നിലപാട് അദ്ദേഹം സ്വീകരിച്ചു. ആ നിലപാട് സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി കാശ്മീർ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഭീകരവാദ പ്രസ്ഥാനങ്ങളെ കുറിച്ചൊരു പഠനം അദ്ദേഹം നടത്തി. 127 ചെറുതും വലുതുമായ, വീര്യം കൂടിയതും കുറഞ്ഞതുമായ ഭീകരവാദ പ്രസ്ഥാനങ്ങൾ കാശ്മീരിൽ പ്രവർത്തിക്കുന്നു എന്ന് ഔദ്യോഗികമായി അദ്ദേഹം സർക്കാരിന് എഴുതി ജനങ്ങളുടെ അറിവിലേക്കായി പ്രസിദ്ധപ്പെടുത്തി. 127 127. ഈ ഭീകരവാദ പ്രസ്ഥാനങ്ങളൊക്കെ എന്താ ചെയ്യുന്നത്? കാശ്മീരിൽ തടാകക്കരയിൽ ആപ്പിൾ മരങ്ങൾ നട്ടുവളർത്തി ആപ്പിൾ ഉൽപാദനം നടത്തി അത് വിറ്റ് ജീവിക്കുകയായിരുന്നില്ല. മറിച്ച് മലേഷ്യയിൽ നിന്ന് പോലും മറ്റു പല രാജ്യങ്ങളിൽ നിന്നും മാരകമായ ആയുധങ്ങൾ കൊണ്ടുവന്ന് നമ്മുടെ നാട്ടിലെ ജനങ്ങളെ കൊന്നൊടുക്കുകയായിരുന്നു. നിസ്സഹായത പ്രകടിപ്പിച്ചു നമ്മളെല്ലാവരും. എന്ത് ചെയ്യും? ആ കാശ്മീരിൽ ഈ ഒരു സാഹചര്യം ഉണ്ടാവാനുള്ള ഒരു കാരണം 370 വകുപ്പാണ്. 370 വകുപ്പ് ഭരണഘടനയിൽ എഴുതി ചേർത്തപ്പോൾ അതിന്റെ കൂടെ അനുബന്ധമായി എഴുതി ടെമ്പററി ആൻഡ് അമെൻഡബിൾ, താൽക്കാലികവും പരിവർത്തന വിധേയവും. പക്ഷേ സ്വാതന്ത്ര്യം കിട്ടി 7 പതിറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും നമ്മുടെ ഭാരതത്തിൽ ഈ പ്രത്യേക അവകാശം, ഒരു സംസ്ഥാനത്തിന് മാത്രമായുള്ള പ്രത്യേക അവകാശം, താൽക്കാലികവും പരിവർത്തന വിധേയവുമായ അവകാശം എടുത്തു കളയാനുള്ള ചെറുവിരലനക്കം പോലും, ഒരു ശ്വാസനിശ്വാസം പോലും, ഒരു മൂളിച്ച പോലും നമുക്ക് കേൾക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതല്ലേ വാസ്തവം? എന്താ ഇവർ ചെയ്യാതിരുന്നത്? അതിന്റെ ഉത്തരം നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അവർ ചെയ്യാതിരിക്കാൻ കാരണമുണ്ട്. ആ കാരണമെന്ന് പറയുന്നത് സ്ഥിരമായ വോട്ട് ബാങ്ക് സ്ഥാപിച്ചുകൊണ്ട് നമ്മുടെ ഭാരതത്തിന്റെ അധികാരം കൈയാളണം എന്നൊരൊറ്റ ചിന്ത മാത്രമാണ്. നമുക്ക് ബലി കൊടുക്കേണ്ടി വന്നത്, പകരം കൊടുക്കേണ്ടി വന്നത് 90,000-ഓളം വരുന്ന നിരപരാധികൾ. അവരിൽ ഹിന്ദുക്കളുണ്ട്, മുസ്ലിങ്ങളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, ബുദ്ധന്മാരും ജൈനന്മാരും പാർസികളുമുണ്ട്. അങ്ങനെയുള്ള നിരപരാധികളായ 90,000, ഏതാണ്ട് 100,000-ത്തിനടുത്ത് നിരപരാധികളുടെ ജീവൻ കൊടുത്തത് ഈ കാശ്മീരിന്റെ പേരിലാണ്. സ്നേഹമുള്ളവരെ, ആ കാശ്മീരിനെ കുറിച്ച് സംസാരിച്ചപ്പോഴാണ് ഞാനും KST നേതാവുമായ മാഷും തമ്മിൽ തർക്കമുണ്ടായത്. ശ്യാമപ്രസാദ് മുഖർജി നടത്തിയ ഉജ്ജ്വലമായ യാത്രയെ കുറിച്ചൊക്കെ അവിടെ സംസാരിച്ചു. ഏക് ദേശ് മേ ദോ നിശാൻ, ഏക് ദേശ് മേ ദോ വിധാൻ, ഏക് ദേശ് മേ ദോ പ്രധാൻ നഹി ചലേംഗെ. ഒരു രാജ്യത്ത് 2 പ്രധാനമന്ത്രി, ഒരു രാജ്യത്ത് 2 ദേശീയ പതാക, ഒരു രാജ്യത്ത് 2 ഭരണഘടന സമ്മതിക്കില്ല, നടക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കാശ്മീർ താഴ്വരയിലേക്ക് മാർച്ച് നടത്തി ബലിദാനിയായ ആളാണ് ശ്യാമപ്രസാദ് മുഖർജി. ആ കാശ്മീരിലേക്ക് KST നേതാവ് കുടുംബസമേതം യാത്ര നടത്തുകയാണ്. സുന്ദരമാണ്, സുരഭിലമാണ്. ഈസ് ദർ എ പാരഡൈസ് ഓൺ എർത്ത്, ഇറ്റ് ഈസ് ദീസ് എന്ന് തന്റെ ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന പുസ്തകത്തിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എഴുതി ചേർത്തു. കവിവാക്യം ഉദ്ധരിച്ചു. ലോകത്തൊരു സ്വർഗമുണ്ടെങ്കിൽ അതിതാണ്, അതിതാണ് എന്നെഴുതി വെച്ചു, അല്ലെങ്കിൽ അങ്ങനെ ഉദ്ധരിച്ചു. ആ കാശ്മീരിൽ പിന്നീട് നമ്മൾ കണ്ടത് എന്താണെന്ന് ഞാൻ വിശദീകരിച്ചു. വെടിയൊച്ചകൾ നിലക്കാത്ത നാളുകൾ, വിദ്യാലയത്തിൽ കുട്ടികൾ സഞ്ചരിക്കുന്ന സ്കൂൾ ബസ്സിൽ ബോംബ് സ്ഫോടനം, റെയിൽവേ സ്റ്റേഷനിൽ, ബസ് സ്റ്റേഷനിൽ, പോസ്റ്റ് ഓഫീസിൽ, ബാങ്കിൽ, ബസ് കാത്തു നിൽക്കുന്ന സ്ഥലത്ത്, കല്യാണ വീടുകളിൽ, ഗ്രാമീണരുടെ വീടുകളിൽ, ഗ്രാമ്യമായ ആഘോഷങ്ങൾ നടക്കുന്ന വേളകളിൽ പോലും ഭും ഭും എന്ന ശബ്ദമാണ് നമ്മൾ ഭാരതത്തിലെ ജനങ്ങൾ കേട്ടത്. ബോംബ് സ്ഫോടനത്തിന്റെ ശബ്ദം. ആ കാശ്മീരിലാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാഹുലും പ്രിയങ്കയും മഞ്ഞുകട്ടകൾ വാരി തലയിലേക്ക് പരസ്പരം, അവർ കണ്ടല്ലേ നമ്മൾ മനോഹരമായ കാഴ്ച. ആ ഒരൊറ്റ കാഴ്ച മാത്രം മതി കാശ്മീർ എന്ത് എന്നുള്ളത്. ഈ പറഞ്ഞ മാഷും പറഞ്ഞു, മാഷും കണ്ടല്ലേ ആ വീഡിയോ? വളരെ സുന്ദരമാണ് കാശ്മീർ. ഓഹോ, ആ മാഷ് അറിഞ്ഞില്ല, എന്നോട് ചോദിക്കണം, മാഷ് അറിഞ്ഞില്ല. ആ പിന്നെ ഇപ്പൊ പോസ്റ്റ് ഓഫീസ്
കാശ്മീരിൽ നമ്മുടെ പോസ്റ്റ് ഓഫീസ് ഉണ്ട് മാഷെ, എന്നോട് SBIയുടെ ബ്രാഞ്ച് ഉണ്ട് മാഷെ കാശ്മീരിൽ. ആഹാ, അത് ഭയങ്കരമാണല്ലോ. നോക്കൂ, നമ്മുടെ ഭാരതത്തിന്റെ അവിഭാജ്യ ഘടകമാണ് കാശ്മീരം, കാശ്യപ വരദാന ഭൂമി. ആ ഭൂമിയെയാണ് കാലന്റെ ഭൂമിയായി ഈ കൂട്ടർ ഇത്രയും കാലം കൊണ്ട് മാറ്റിയെടുത്തത്. ആ കാലന്റെ ഭൂമി വീണ്ടും കാശ്യപന്റെ വരദാന ഭൂമിയായി മാറിയിരിക്കുകയാണ്. ദാൽ തടാകത്തിലൂടെ അരയന്നങ്ങൾ സ്വച്ഛമായി ശാന്തമായി നീന്തി തുടിക്കുകയാണ്. ആപ്പിൾ മരങ്ങളിൽ ചുവന്ന് തുടുത്ത ആപ്പിളുകൾ തൂങ്ങിക്കിടക്കുന്നു. കർഷകന്മാർ സംതൃപ്തരാണ്, ഗ്രാമീണർ സംതൃപ്തരാണ്. ലാൽ ചൌക്കിൽ നിരന്തരമായി റിപ്പബ്ലിക് ദിനത്തിൽ പാകിസ്ഥാൻ പതാക പാറിച്ച് പാകിസ്ഥാന് സിന്ദാബാദ് വിളിച്ചിരുന്ന കാശ്മീരിലെ ജനങ്ങൾ ത്രിവർണ്ണ പതാക ഉയർത്തി ഭാരത് മാതാ കി ജയ് എന്ന മുദ്രാവാക്യം കാശ്മീരിൽ ലാൽ ചൌക്കിൽ മുഴക്കിയിട്ടുണ്ടെങ്കിൽ, പരസ്പരം കൈകളിൽ രാഖി ബന്ധിച്ചുകൊണ്ട് ഭാരതത്തിന്റെ ഐക്യത്തെ, അഖണ്ഡതയെ ഞങ്ങളിതാ നെഞ്ചേറ്റുന്നു എന്ന് പ്രഖ്യാപിച്ച് നമ്മുടെ കാശ്മീരി സഹോദരങ്ങൾ ഇന്ന് ആഘോഷിക്കുന്നുണ്ടെങ്കിൽ, സ്നേഹമുള്ളവരെ, ഒരൊറ്റ കാരണമേ ഉള്ളൂ, നരേന്ദ്ര ദാമോദർ ദാസ് മോദി. ഒറ്റ കാരണം, അദ്ദേഹം